കരീബിയനാണോ? കരീബിയൻ ഐലൻഡ്സിൽ പെട്ടതാണോ? അതെ. നോർമൽ ഡെത്ത്? നോ, അല്ല. അല്ല, നോർമൽ ഡെത്ത് അല്ല. നാച്ചുറൽ ഡെത്ത് അല്ല. അത് പറഞ്ഞു കൊടുക്കുക. എന്താ സാർ നാച്ചുറൽ ഡെത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ അതായത് മരണം സ്വാഭാവിക മരണവും അസ്വാഭാവിക മരണവും. അസ്വാഭാവിക മരണം അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് കൊലപാതകം, ആത്മഹത്യ, അപകടം ഇവയൊക്കെയാണ്. അതല്ല സാർ, അതല്ല. അപ്പോൾ നോർമൽ ഡെത്ത് ആണ്. അതെ, അങ്ങനെ. നോർമൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ അസുഖം വരിക, പ്രായമായി മരിക്കുക, അതൊക്കെ നോർമൽ ഡെത്ത്. നോർമൽ ഡെത്ത്. അദ്ദേഹത്തിന് ലോകം മുഴുവൻ ആരാധകരുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ ഹാബിറ്റുകളും തമ്മിൽ ബന്ധമുണ്ടോ? സാധ്യതയുണ്ട്. ഉണ്ട് സാർ? ഉണ്ടാവാം. 16 ചോദ്യങ്ങൾ രാജസ്വ. ഈ ആളുകൾ ആരാധകർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വാസ് ദ ക്രിയേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണോ? ഇലക്ട്രിഫയിങ് പെർഫോമൻസ്. അതെ. 1980-കളിലെ 70-കളിലെ 90-കളുടെ പകുതി വരെയും ഒക്കെയുള്ള യുവത തങ്ങളുടെ ഹോസ്റ്റൽ മുറികളിലും തങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമുകളിലും തങ്ങളുടെ എല്ലാ കൂട്ടായ്മകളിലും അദ്ദേഹത്തിൻ്റെ ചിത്രവും അദ്ദേഹത്തിൻ്റെ സംഗീതവും നിരന്തര ആരാധനയ്ക്ക് കാരണമാക്കിയോ? അപ്പോൾ നമുക്ക് ഒരു സ്ഥലമെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ഒരു കരീബിയൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കരീബിയൻ എന്നൊക്കെ പറഞ്ഞാലേ ആ കാലഘട്ടത്തിലെ യുവാക്കളായ കേരളത്തിലെ ക്യാമ്പസുകളിൽ അന്ന് ക്യാമ്പസുകളിൽ പഠിച്ചിരുന്ന ആളുകൾ പറയുക അല്ല നമ്മുടെ ആളാണെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ജനറേഷന് അത്ര വലിയ പാഷൻ ആ പാഷൻ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ജനറേഷൻ. ഞങ്ങളുടെ ജനറേഷനിലുള്ളതല്ല. പക്ഷേ എങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്തു ആ ഉജ്ജ്വലനായ സംഗീത പ്രതിഭയെ, ലോകത്തെ മുഴുവൻ ലഹരി പിടിപ്പിച്ച, ലോക യുവത്വത്തിൻ്റെ മുഴുവൻ സിരകളിൽ ഇലക്ട്രിഫയിങ് പെർഫോമൻസ് നടത്തിയ ബോബ് മാർലിയെ. റൈറ്റ്? ബോബ് മാർലി, ജമൈക്കൻ സംഗീതജ്ഞൻ, ഗിറ്റാറിസ്റ്റ്, ഗാനരചയിതാവ്. ജമൈക്കയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ തന്റെ സംഗീതത്തിന് വിഷയമാക്കിയിരുന്ന ബോബ് മാർലി താനൊരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നതിൽ ഏറെ അഭിമാനം കൊണ്ടിരുന്നു. ജമൈക്കൻ സംഗീതത്തെ ലോക പ്രശസ്തമാക്കുന്നതിൽ ബോബ് മാർലി വഹിച്ച പങ്ക് പ്രാധാന്യമേറിയതാണ്. ദി വെയിലേഴ്സ് എന്ന ബാൻഡിലെ പ്രധാനി. ലോകമെമ്പാടും ആരാധകരുള്ള ഈ അതുല്യ പ്രതിഭ ക്യാൻസർ ബാധയെ തുടർന്നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്.